അപ്പോൾ ഡിയേഴ്സ്, ഞങ്ങൾ അബുദാബി എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. അതിനുശേഷം ഒരു 1.5 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു ദുബൈയിലെത്താണ്. ഞങ്ങൾ ബർദുബൈയിലാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു നമ്മുടെ ബുർജ് ഖലീഫ. ഒരു 9 മിനിറ്റ്സ് മതിയായിരുന്നു ട്രാവലിംഗ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അവിടെ ഒരു ഇന്ത്യൻ ലേഡിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നല്ല അടിപൊളി വ്യൂ ഉള്ള ആ ഒരു റൂം തന്നെ തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും അതുപോലെ തന്നെ നമ്മുടെ സജഷൻ അനുസരിച്ച് അത് സെറ്റ് ചെയ്ത് 767 എന്ന് പറയുന്നുള്ള നല്ല അടിപൊളി ഒരു റൂമാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ബാറും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈറ്റ് പാർട്ടിയൊക്കെ നടക്കുന്ന ഒരു ഹോട്ടലാണ്. നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. ഒത്തിരി റൂംസ് ഉള്ള ഒരു ഹോട്ടലാണ്. പിന്നെ സ്വിമ്മിംഗ് പൂള്, പിന്നെ ജിമ്മ്, എക്സസൈസ് എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ഹോട്ടലായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ 767 എന്ന് പറയുന്ന റൂമിലോട്ട് കയറി. നല്ല ഒരു ഡബിൾ ബെഡും അതുപോലെ തന്നെ ഒരു സിംഗിൾ ബെഡ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു റൂമായിരുന്നു നമ്മുടേത്. TV സൗകര്യവും പിന്നെ ഹോട്ട് വാട്ടർ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റൂമിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കോഫി, ടീ ഐറ്റംസിനൊക്കെ ഉള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെ നൈറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തുനിന്ന് ഇറങ്ങി. നടന്നാണ് പോകുന്നത്. അപ്പം അടുത്ത് ഉള്ള ഹോട്ടൽസ് എവിടെ നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് നമ്മുടെ ദുബൈയിലെ വലിയ കാറ് കണ്ടത്. നമ്മുടെ ലുമിസൈൻ കണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്ട്രീറ്റിൽ നമ്മൾ ജസ്റ്റ് ഒരു 3 ഷോപ്സും കാര്യങ്ങളൊക്കെ ഒരു ഫെസ്റ്റിവൽ പോലെ ഒരു മൂഡ് പോലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് ഈ ക്യാപ്സും അതുപോലെ തന്നെ നമ്മുടെ സ്പെറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഒത്തിരി വിൽപ്പനയും കാര്യങ്ങളും, സ്പ്രേ ഐറ്റംസ്, പിന്നെ വാച്ച്, അങ്ങനെ ഒത്തിരി ഫിലിപ്പീൻസിൻ്റെ ഒത്തിരി ഐറ്റംസൊക്കെയാണ് കണ്ടത്. ബബിൾ ടീ അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ തിരിച്ച് വരുന്ന വഴി ഞങ്ങളൊന്ന് കയറാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്നപ്പോൾ ചുമ്മാ ഒന്ന് കയറിയതാണ് കേട്ടോ. ഞങ്ങളൊരു തമിഴ്നാട് റെസ്റ്റോറൻറ്റിലായിരുന്നു കയറിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഈ DJ അതുപോലെയൊക്കെയുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേനും ഒത്തിരി ആൾക്കാരൊക്കെ കുറഞ്ഞു. അങ്ങനെ ബബിൾ ടീയും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒത്തിരിയും ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണല്ലോ. അപ്പം ഈ നൈറ്റിലൊക്കെ വന്നിരുന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ ചിൽ ഔട്ട് ചെയ്യാനൊക്കെ അടിപൊളി ഒരു സ്പോട്ടാണ്. നമ്മളിത് ബർദുബൈയിലാണ്. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് നല്ല ഈസിയാണ്. ഇവിടെ തന്നെ അടുത്തടുത്താണ് നമുക്ക് കാണാനുള്ള കാര്യങ്ങളെല്ലാം. മെട്രോയിൽ കൂടെ പോവാം. നമുക്കൊരു പാക്കേജ് ഉണ്ടായതുകൊണ്ട് പിന്നെ ആ പാക്കേജിൻ്റെ അകത്ത് സെറ്റായിട്ട് പോകുന്നുണ്ട് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പം അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം വീഡിയോസായിട്ട് വരുന്നതിന് വരെ ബായ്.